ഹസനൈനികളാണെങ്കിൽ വിശന്നുകൊണ്ട് കരയാണ്. ആ പുന്നാര പൂമുഖത്ത് അദ്ദേഹം അടിക്കുകയാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് ഈ അഅറാബി തൻ്റെ ആ കൈ മുറിക്കുകയാണ്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കീഴടക്കാൻ സാധിക്കും. ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും ഇത് തന്നെയായിരുന്നു. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി മുത്തുനബിയോട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഹസനൈനികളാണെങ്കിൽ വിശന്നുകൊണ്ട് കരയാണ്. ഇത് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. പക്ഷെ ഇതും പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഭക്ഷണം തേടിക്കൊണ്ടുള്ള സഞ്ചാരമാണ്. ലോകത്തിന്റെ നേതാവാണ് സഞ്ചരിക്കുന്നത്, നമ്മൾ ഓർമ്മ വേണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു. അവസാനം ഒരു അഅറാബി തൻ്റെ തോട്ടം ഇങ്ങനെ നനക്കുന്നത് പ്രവാചകർ കാണുന്നു. മുത്തുനബി അയാളോട് ചോദിച്ചു, ഇവിടെ ജോലിയുണ്ടോ, എന്തെങ്കിലും ജോലി തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ആ അഅറാബി പറഞ്ഞു, നിങ്ങൾക്ക് ജോലി തരാം. എന്താണ് ജോലി? ഈ തോട്ടം മുഴുവൻ വെള്ളം കോരി നനക്കുക. പക്ഷേ ഒരു പാട്ട വെള്ളം കോരി നനച്ചാൽ 3 കാരക്കയാണ് പ്രതിഫലം കിട്ടുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം കോരി, 2ാമത്തെ ബക്കറ്റ് കോരി, 3ാമത്തെ ബക്കറ്റ് വെള്ളം കോരുന്ന സമയത്ത് ആ ബക്കറ്റ് പൊട്ടിയിട്ട് കിണറ്റിൽ വീണുപോയി. ഈ സമയത്ത് ഈ അഅറാബിക്ക് ദേഷ്യം വന്നിട്ട് ഹബീബായ മുത്തുനബിയുടെ ആ പുന്നാര പൂമുഖത്ത് അദ്ദേഹം അടിക്കുകയാണ്. ശക്തമായി ഉപദ്രവിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നൊന്നും പ്രതികരിച്ചില്ല. കിട്ടിയ പ്രതിഫലവുമായിട്ട് ആ കാരക്കയുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ അഅറാബി സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ അടിച്ചത് അദ്ദേഹത്തെ, ഞാൻ ഉപദ്രവിച്ചിട്ട് പോലും അദ്ദേഹം എന്നെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം മക്കയിലുള്ള പ്രവാചകനാണോ? കാരണം അഅറാബിക്കറിയാം മക്കയിലൊരു പ്രവാചകനുണ്ട് എന്നും വളരെ നല്ല സ്നേഹമുള്ള കാരുണ്യത്തിൻ്റെ ഉടമയാണ് എന്നുള്ളതും. ഇത് ചിന്തിച്ചുകൊണ്ട് ഈ അഅറാബി തൻ്റെ ആ കൈ മുറിക്കുകയാണ്. മുറിച്ച സമയത്ത് അദ്ദേഹം രക്തം വാർന്നൊഴുകി അവിടെ ബോധരഹിതനായി വീണുപോയി. ആ വഴി വന്ന വഴിയാത്രക്കാർ ഇദ്ദേഹത്തെ വിളിച്ചു നിർത്തി. ഈ അഅറാബി ഉടനെ ഈ മുറിഞ്ഞ കൈയുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് മദീനയിലുടനീളം സഞ്ചരിച്ചു. അങ്ങനെ സ്വഹാബത്ത് പറഞ്ഞു, മുത്തുനബി ഉള്ളത് ഫാത്തിമാവിയുടെ വീട്ടിലാണ്. അങ്ങനെ ഫാത്തിമാവിയുടെ വീട്ടിലെത്തി ഇദ്ദേഹം വാതിലിന് മുട്ടുകയാണ്. ആ മുട്ടുന്ന സമയത്ത് മുത്തുനബി പുറത്തേക്ക് വരുന്നു. മുത്തുനബി ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിനി വേണ്ടത്? ആ സമയത്ത് ആ അഅറാബി മുത്തുനബിയോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മക്കയിലുള്ള പ്രവാചകനാണോ? മുത്തുനബി പറഞ്ഞു, അതെ. എന്നാൽ നിങ്ങൾ ഈ മുറിഞ്ഞ കൈ എനിക്ക് യഥാസ്ഥാനത്ത് തന്നെ വെച്ചു തരണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുമ്പ് കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ സ്നേഹത്തോടുകൂടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് ഉപയോഗിച്ചുകൊണ്ട് ആ കൈ യഥാസ്ഥാനത്ത് വെച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ സ്നേഹത്തോടുകൂടെ, ശത്രുവിനോട് പോലും കാരുണ്യത്തോടുകൂടെ ഇവിടെ പ്രതികരിച്ചതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ സമീപിക്കുകയാണെങ്കിൽ, അവരോട് അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ, ഇടപെടുമ്പോൾ പക്വതയോടുകൂടെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സ് കീഴടക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.